ചേർപ്പ് മേഖലയിൽ മോഷണം നിത്യസംഭവമാകുന്നു. ഒരു മാസത്തിനുള്ളിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി കവർച്ചകളാണ് നടന്നത്. ഊരകം, പൂച്ചനിപ്പാടം, ചേർപ്പ്, പാലക്കൽ എന്നിവിടങ്ങളാണ് കവർച്ച നടന്നത്. രണ്ടാഴ്ച മുൻപ് ചേർപ്പ് CNN സ്കൂളിൽ നിന്ന് 1,53,000 രൂപയും CCTVയുടെ DVRും തായംകുളങ്ങര ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരം തകർത്ത പണവും കവർന്നിരുന്നു. തായംകുളങ്ങര ജംഗ്ഷനിലെ മെഡിക്കൽ ഷോപ്പ്, പൂച്ചനിപ്പാടത്ത് പൂജാസാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനം, സമീപത്തെ പച്ചക്കറിക്കട, മീൻകട എന്നിവിടങ്ങളിൽ നിന്നും പണം കവർന്നിരുന്നു. പൂച്ചനിപ്പാടത്ത് കവർച്ച നടന്ന രാത്രി CCTV ദൃശ്യങ്ങളിൽ കണ്ടത് 3 യുവാക്കളെയാണ്. പെരുമ്പിളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഭണ്ഡാരവും CCTV ക്യാമറയും കഴിഞ്ഞ ദിവസം മോഷ്ടാക്കൾ കവർന്നിരുന്നു. മോഷണം നടന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടും പോലീസിന് അന്വേഷണത്തിൽ യാതൊരുവിധ സൂചനകളും ലഭ്യമായിട്ടില്ല. ഈ CCTVനെ വെല്ലാനായിട്ട് മുഖത്ത് മങ്കിക്കാപ്പും ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് മോഷ്ടാക്കൾ ഇറങ്ങുന്നത്. ഇത് ഇത്തരത്തില് ഇതിനൊരു പരിഹാരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ ഭയക്കണം കള്ളന്മാര്. അപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടവേളകളിൽ ഇവിടെ പെട്രോളിംഗ് ഉണ്ടാവണം. പെട്രോളിംഗ് വന്നു കഴിഞ്ഞാൽ തന്നെയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. അപ്പോ ഈ CCTV ദൃശ്യങ്ങൾ കിട്ടിയാൽ പോലും അതിൽ കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് കള്ളന്മാരെ പിടിക്കന്നെ വേണം. കാരണം പിടിച്ച് തക്കതായ ശിക്ഷ കൊടുത്താൽ മാത്രമാണ് ഇത് നിർത്തലാക്കാൻ പറ്റുള്ളൂ. പാലക്കൽ അതേപോലെ തന്നെ ഇതിന്റെ പരിസര പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിലാണ് പണ്ട് വീടുകളിൽ നടന്ന മോഷണം കൂടുതൽ ഇപ്പൊ വ്യാപാര സ്ഥാപനം